ഗുഡ് ഈവനിങ് ടു ഓൾ. അപ്പോൾ ലാസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഫ്ലെക്സിബിലിറ്റി മെത്തേഡ് എന്താണെന്ന് പറഞ്ഞു തന്നു, സ്റ്റിഫ്നെസ് മെത്തേഡ് എന്താണെന്ന് പറഞ്ഞു തന്നു, ദ റിലേഷൻ ബിറ്റ്വീൻ ബോത്ത് ഞാൻ പറഞ്ഞു തന്നു, അതിൻ്റെ ഡെറിവേഷനൊക്കെ ഞാൻ പറഞ്ഞു തന്നു. ഓക്കെ, സോ ദിസ് മെത്തേഡ് അത് എന്താണ് മെട്രിക്സ് മെത്തേഡ് എന്ന് പറഞ്ഞു തന്നു. മെട്രിക്സ് മെത്തേഡ് നമ്മളൊരു സ്ട്രക്ചറിനെ അനലൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് മെട്രിക്സ് മെത്തേഡ്. അത് രണ്ട് തരമുണ്ട്. അത് ഫ്ലെക്സിബിലിറ്റി മെത്തേഡും സ്റ്റിഫ്നെസ് മെത്തേഡുമാണ്. അതിൽ തന്നെ ഫ്ലെക്സിബിലിറ്റി മെത്തേഡ് എന്താണെന്നും അതിൻ്റെ ഡെറിവേഷനും അതിൻ്റെ അത് യൂസ് ചെയ്ത ഒരു സ്ട്രക്ചറിനെ അനലൈസ് ചെയ്യുന്നതാണ് ഈ മൊഡ്യൂളിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൊഡ്യൂളിൽ ഉള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കഴിഞ്ഞ മൊഡ്യൂളിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഫ്ലെക്സിബിലിറ്റി മെത്തേഡ് എന്താണ്, അതിൻ്റെ ഡെറിവേഷൻ എന്താണ്, റിലേഷൻ ബിറ്റ്വീൻ ഫ്ലെക്സിബിലിറ്റി ആൻഡ് സ്റ്റിഫ്നെസ്. അപ്പം ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞു തരാം. ഫ്ലെക്സിബിലിറ്റി ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ യൂണിറ്റ് ഫോഴ്സ്. ഓക്കെ, ഒരു യൂണിറ്റ് ഫോഴ്സ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഒരു സ്പ്രിങ് കൺസിഡർ ചെയ്യുക, അതിലൊരു യൂണിറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് വലിക്കുമ്പോൾ അത് എത്രത്തോളം എലോങ്ങേറ്റ് ചെയ്യുന്നു, അതാണ് ആ എലോങ്ങേഷനെയാണ് ഡെൽറ്റ എല്ലിനെയാണ് നമ്മൾ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, വൈൽ അനലൈസിങ് പിന്നൊരു കാര്യം, ദ സ്റ്റിഫ്നെസ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഹാവ് ബീൻ ഡെവലപ്ഡ് ബൈ ദ ഓക്കെ, നമ്മളൊരു സ്ട്രക്ചറിനെ അനലൈസ് ചെയ്യുകയാണ്. ഓക്കെ, യൂസിങ് ദ ഫ്ലെക്സിബിലിറ്റി മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് മെത്തേഡ്. അപ്പോൾ നമ്മൾ ഒരു സ്ട്രക്ചറിനെ മൊത്തത്തിലാണ് കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ആൻഡ് ദാറ്റ് വിൽ ബി എ ലെങ്തി പ്രോബ്ലം. ഓക്കെ, നമ്മളൊരു സ്ട്രക്ചറിനെ മൊത്തത്തിൽ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന മെട്രിക്സ് ഫോം ചെയ്യുന്നത്. അതിന് പകരമായിട്ട് ആസ് ആൻ ഓൾട്ടർനേറ്റീവ് അപ്രോച്ച് ദീസ് മെട്രിക്സ് ബിഫോർ ദാറ്റ്, ഇത് മൊഡ്യൂൾ 3ൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ്. ഈ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഞാൻ ഈ മോഡ്യൂളിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് ഉണ്ട്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് ഉണ്ട്. ആ ടേംസ് ആണ് പറഞ്ഞു തരുന്നത്. ആദ്യമേ തന്നെ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരികയാണ്. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യൂഷ്വലി ഒരു സ്ട്രക്ചറിനെ അനലൈസ് ചെയ്യുമ്പോൾ അതിനെ മൊത്തത്തിലാണ് അനലൈസ് ചെയ്യുന്നത്. അതിന് പകരം അതിന് പകരം വേറൊരു മെത്തേഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ട്രക്ചർ മൊത്തത്തിൽ അനലൈസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി എ ലെങ്തി പ്രോബ്ലം ആൻഡ് ടൈം കൺസ്യൂമിങ് ആണ്. സോ നമുക്ക് ആ ഒരു സ്ട്രക്ചറിലുള്ള ഓരോ എലിമെൻറ്റിലെയും ഫ്ലെക്സിബിലിറ്റിയും സ്റ്റിഫ്നെസ്സും കണ്ടുപിടിച്ചിട്ട് അത് വെച്ച് ദ എൻറ്റയർ സ്ട്രക്ചറിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും സ്റ്റിഫ്നെസ്സും കണ്ടുപിടിക്കാൻ പറ്റും യൂസിങ് ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്. ഓക്കെ, അപ്പോഴാണ് നമ്മളൊരു ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു സ്ട്രക്ചറിൻ്റെ മൊത്തത്തിലുള്ള ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് മെത്തേഡ് കണ്ടുപിടിക്കാനായിട്ട്, എന്തിനു കണ്ടുപിടിക്കുന്നത്, കാരണം അതൊരു ലെങ്തി പ്രോബ്ലം ആയിരിക്കും അല്ലെങ്കിൽ ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അതുകൊണ്ട് ആ സ്ട്രക്ചറിലുള്ള ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഓരോ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലിമെൻറ്റിൻ്റെയും ഫ്ലെക്സിബിലിറ്റി യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് യൂസ് ചെയ്ത് ഒരു മെട്രിക്സ് ഫോം ചെയ്യും. എന്നിട്ട് യൂസിങ് എ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്, അതിനുശേഷം ഒരു ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ സ്ട്രക്ചറിൻ്റെ മൊത്തത്തിലുള്ള മെട്രിക്സ് കണ്ടുപിടിക്കും. ഓക്കെ, അതായത് ഒരു സ്ട്രക്ചറിൻ്റെ മൊത്തത്തിലുള്ള മെട്രിക്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ അതിലുള്ള ഒരു എലമെൻറ്റിൻ്റെ മെട്രിക്സ് കണ്ടുപിടിച്ചിട്ട് ദെൻ യൂസിങ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് നമ്മൾ മൊത്തത്തിലുള്ളത് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചറിനെ മൊത്തത്തിൽ കൺസിഡർ ചെയ്യുന്നതിന് പകരം, ഓക്കെ, ഒരു സ്ട്രക്ചറിൻ്റെ മെട്രിക്സ് മൊത്തത്തിൽ കണ്ടുപിടിക്കുന്നതിന് പകരം അതിൻ്റെ ഒരു എലമെൻറ്റിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റിൻ്റെ ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് കണ്ടുപിടിച്ചിട്ട് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ടോട്ടൽ സ്ട്രക്ചറിൻ്റെ മെട്രിക്സ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ദേ ആർ ഓഫ് 2 ടൈപ്സ്. അതായത് ഫ്ലെക്സിബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഉണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ അതായത് സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കാൻ ഒരു ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഉണ്ട്. ഓക്കെ, സോ വി ക്യാൻ ക്ലാസിഫൈ ദ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഇൻറ്റു 2, അതായത് ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്. അപ്പോൾ ദ മെട്രിക്സ് ഡെവലപ്ഡ് ഫ്രം ദ ഫ്ലെക്സിബിലിറ്റീസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ് ഈസ് കോൾഡ് ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്. അതായത് നമ്മൾ ഞാൻ പറഞ്ഞു, ഒരു സ്ട്രക്ചറിൻ്റെ മൊത്തത്തിലുള്ള മെട്രിക്സ് കണ്ടുപിടിക്കാനായിട്ട് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റിൻ്റെ ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കുമെന്ന്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഈ ആ ഒരു മൊത്തത്തിലുള്ള ഒരു സ്ട്രക്ചറിലുള്ള ഒരു എലമെൻറ്റിൻ്റെ ഫ്ലെക്സിബിലിറ്റി, ആ എലമെൻറ്റിൻ്റെ ഫ്ലെക്സിബിലിറ്റി, അതായത് ദ മെട്രിക്സ് ആ ഒരു എലമെൻറ്റിൻ്റെ മെട്രിക്സ് നമ്മൾ ഫോം ചെയ്യാണ്. ദ മെട്രിക്സ് ഡെവലപ്ഡ് ഫ്രം ഫ്ലെക്സിബിലിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്. അതായത് ആ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്, അതായത്
മൊത്തത്തിലുള്ള സ്ട്രക്ചറിലുള്ള ഒരു എലമെൻറ്റിൻ്റെ ഫ്ലെക്സിബിലിറ്റി വെച്ചിട്ട് നമ്മളൊരു മെട്രിക്സ് ഫോം ചെയ്യാണ് ആൻഡ് വി കോൾ ഇറ്റ് ആസ് ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്. ഓക്കെ, അതായത് ഒരു സ്ട്രക്ചർ മൊത്തത്തിൽ ഒരു വലിയ സ്ട്രക്ചറിലുള്ള ഒരു എലമെൻറ്റ്, ആ എലമെൻറ്റിൻ്റെ ഫ്ലെക്സിബിലിറ്റി, അതിലൊരു ഫ്ലെക്സിബിലിറ്റീസ് കാണുമല്ലോ, ആ ഫ്ലെക്സിബിലിറ്റീസ് വെച്ചിട്ട് നമ്മളൊരു മെട്രിക്സ് ഫോം ചെയ്യാണ്. അതിനെ വി കോൾ ഇറ്റ് ആസ് ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ആൻഡ് ദ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഫോർ ദ ഹോൾ സ്ട്രക്ചർ. ഇപ്പം നമുക്ക് ആ ഒരു എലമെൻറ്റിൻ്റെ ഫ്ലെക്സിബിലിറ്റി വെച്ചൊരു ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് കിട്ടി. ഈ ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് വെച്ചിട്ടാണ് ദ ഹോൾ സ്ട്രക്ചറിൻ്റെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് കണ്ടുപിടിക്കുന്നത്. ദ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഫോർ ദ ഹോൾ സ്ട്രക്ചർ ക്യാൻ ബി ഡെവലപ്ഡ് ഫ്രം ദിസ് ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു. ഇതേപോലെ തന്നെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്. ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്ലെക്സിബിലിറ്റി മെത്തേഡാണ്. അല്ലെങ്കിൽ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്, എഫ് ആൻഡ് എഫ് എന്ന് എഴുതിയേക്കുന്നത് ഫോഴ്സ് മെത്തേഡ് അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി മെത്തേഡ്. എഫും സ്റ്റാർട്ടിങ് വെച്ച് ഓർക്കാൻ വേണ്ടിയാണ്. ചിലപ്പോൾ ഫോഴ്സ് മെത്തേഡ് എന്നേ പറയത്തുള്ളൂ, അതെന്ന് വെച്ചാൽ ഫ്ലെക്സിബിലിറ്റി മെത്തേഡാണ്. ഓക്കെ, ഇനി അടുത്തത് ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ആണ്. സിമിലർലി ദ മെട്രിക്സ് ഡെവലപ്ഡ്. ഓക്കെ, ഞാൻ പറഞ്ഞു ഒരു സ്ട്രക്ചറിലുള്ള ഒരു എലമെൻറ്റിൻ്റെ ഫ്ലെക്സിബിലിറ്റി വെച്ചൊരു മെട്രിക്സ് ഫോം ചെയ്യുന്നുണ്ട്. ഒരു എലമെൻറ്റിൻ്റെ ഫ്ലെക്സിബിലിറ്റി വെച്ചിട്ട് നമ്മളൊരു മെട്രിക്സ് ഫോം ചെയ്യുന്നതിന് ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ആ ഒരു എലമെൻറ്റിൻ്റെ സ്റ്റിഫ്നെസ് വെച്ച് നമ്മളൊരു മെട്രിക്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്ന് പറയും. ആൻഡ് ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഹോൾ സ്ട്രക്ചറിൻ്റെ സ്റ്റിഫ്നെസ് മെട്രിക്സ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ ഒരു ഹോൾ സ്ട്രക്ചർ മൊത്തത്തിലുള്ള ഒരു വലിയ സ്ട്രക്ചറിൻ്റെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സും സ്റ്റിഫ്നെസ് മെട്രിക്സും ഫോം ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്. ആ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്ന് പറയുന്നത് രണ്ട് തരമുണ്ട്. ദെയർ ആർ ടു ടൈപ്സ്, ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്. അടുത്തത് എലമെൻറ്റ് അപ്രോച്ച്. എലമെൻ്റ് അപ്രോച്ച് എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ ഇവിടെ ഒരു ഹോൾ സ്ട്രക്ചറിനെ മൊത്തത്തിൽ കൺസിഡർ ചെയ്യുന്നില്ല, അതിൻ്റെ ഒരു എലമെൻ്റ് എടുത്തിട്ട് ആ എലമെൻറ്റിനെയാണ് അനലൈസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വി കോൾ ദിസ് മെത്തേഡ്, അതായത് ഈ ഒരു മെട്രിക്സ് മെത്തേഡിനെ എലമെൻറ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. വി കോൾ ദ അനാലിസിസ് ഓഫ് ആൻ എലമെൻ്റൽ അപ്രോച്ച് ബിക്കോസ് ഹിയർ വി ഡോണ്ട് കൺസിഡർ ദ സ്ട്രക്ചർ ആസ് എ ഹോൾ. നമ്മളൊരു സ്ട്രക്ചറിനെ മൊത്തത്തിൽ കൺസിഡർ ചെയ്യുന്നില്ല. വി ആർ കൺസിഡറിങ് ഓൺലി ആൻ എലമെൻറ്റ്. ആ ഒരു സ്ട്രക്ചറിലുള്ള ഒരു എലമെൻറ്റിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. വി അനലൈസ് ഈച്ച് എലമെൻറ്റ് സെപ്പറേറ്റ്ലി. ദ സ്റ്റിഫ്നെസ് ആൻഡ് flexibility matrices of each element was obtained separately and using that we obtain the matrices of all structure. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മൊത്തത്തിലുള്ള ഒരു സ്ട്രക്ചറിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നില്ല, പകരം അതിലുള്ള ഒരു എലമെൻറ്റിനെ എടുത്തിട്ട് ആ എലമെൻറ്റിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും സ്റ്റിഫ്നെസ്സും കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ മൊത്തത്തിൽ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ ഒരു എലമെൻറ്റിനെയാണ് കൺസിഡർ ചെയ്യുന്നത്, അതുകൊണ്ടാണ് എലമെൻറ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. അടുത്തത് എലമെൻറ്റ് കോർഡിനേറ്റ്. എലമെൻറ്റ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, അതായത് നമ്മളൊരു ജോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ, ഒരു സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ എത്ര റിയാക്ഷൻ ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഇൻ ജനറൽ റിജിഡ് ജോയിൻറ്റ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിജിഡ് ജോയിൻറ്റ് അല്ലെങ്കിൽ സപ്പോർട്ട് ഫിക്സഡ് ആണെങ്കിൽ എന്താണ്, ഇവിടെ 1 ഹൊറിസോണ്ടൽ 2 1 വെർട്ടിക്കൽ 2 ഹൊറിസോണ്ടൽ ആൻഡ് 3 മൊമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിനെ മൂന്നിനെ നമ്മൾക്ക് 1 2 3 ആയിട്ട് 3 കോർഡിനേറ്റ് ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ആൻഡ് വി കോൾ ദിസ് ആസ് ദ എലമെൻറ്റ് കോർഡിനേറ്റ്. ഓക്കെ, എലമെൻറ്റ് കോർഡിനേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ സപ്പോർട്ടിൽ വരുന്ന റിയാക്ഷനായിട്ട് തന്നെ എടുക്കാം. ഓക്കെ, ദീസ് കോർഡിനേറ്റ് ആർ നോൺ ആസ് എലമെൻറ്റ് കോർഡിനേറ്റ്. സെക്കൻഡ് വൺ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞു, ഫിസിക്കൽ ദെൻ എലമെൻറ്റ് അപ്രോച്ച് എന്താണെന്ന് പറഞ്ഞു, എലമെൻറ്റ് കോർഡിനേറ്റ് എന്താണെന്ന് പറഞ്ഞു. അടുത്താണ് സിസ്റ്റം കോർഡിനേറ്റ്. സിസ്റ്റം കോർഡിനേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ട്രക്ചറില്ല, സിസ്റ്റം കോർഡിനേറ്റ് എന്ന് വെച്ചാൽ ദ കോർഡിനേറ്റ് അസൈൻ ടു റിഡൻഡൻസ് ആർ നോൺ ആസ് സിസ്റ്റം കോർഡിനേറ്റ്. അപ്പോൾ ഒരു സ്ട്രക്ചറിൽ മൊത്തത്തിൽ അനലൈസ് ചെയ്തിട്ട് അതിൽ റിഡൻഡൻറ്റ് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കുക, അതായത് എക്സ്ട്രാ ഫോഴ്സ്. ഇപ്പോൾ ഇത് ഇവിടുത്തെ എക്സ്ട്രാ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി നെയിം ഇറ്റ് ആസ് 1. ഓക്കെ, സോ അവിടെ സിസ്റ്റം കോർഡിനേറ്റ് ഒരെണ്ണേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നമുക്ക് മൊത്തത്തിൽ ഈ ഒരു സ്ട്രക്ചറിൽ 2 എക്സ്ട്രാ ഫോഴ്സ് കിട്ടിയെന്നിരിക്കട്ടെ. അപ്പം 2 എക്സ്ട്രാ ഫോഴ്സ് 2 റിഡൻഡൻ്റ് ആണ്. അപ്പോൾ വി നെയിം ഇറ്റ് ആസ് 1 and 2. ഓക്കെ, ഇവിടെ നമ്മൾ ഞാനിവിടെ 1 2 3 എന്ന് കാണിച്ചിട്ടുണ്ട്. അത് ആക്ച്വലി സിസ്റ്റം കോർഡിനേറ്റിനെ അല്ല റെപ്രസെൻറ്റ് ചെയ്തത്, ഞാൻ ആ ഒരു റിയാക്ഷൻ റെപ്രസെൻറ്റ് ചെയ്തതാണ്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ 6 കണ്ടുപിടിച്ചതാണ്. അപ്പം നമുക്കിവിടെ ഇവിടുത്തെ റിഡൻഡൻസ് എത്ര ഉണ്ടെന്ന് നോക്കുക, അതായത് ഡിഗ്രി ഓഫ് റിഡൻഡൻറ്റ് ഫോഴ്സ് എത്രയുണ്ടെന്ന് നോക്കുക. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള
എക്സ്ട്രാ ഫോഴ്സ് എത്ര ഉണ്ടെന്ന് നോക്കാനായിട്ട് നമുക്ക് നോക്കിയേ ഇവിടെ R - R അതാണ് ജനറൽ ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ടത്. ജനറൽ ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് R - R എടുക്കാം. പിന്നെ വേറൊരു കാര്യം, ഇവിടെ R 3 ഓക്കെ. ഇവിടുത്തെ ക്യാപിറ്റൽ R എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് സപ്പോർട്ട് റിയാക്ഷൻ ആണ്. സപ്പോർട്ട് റിയാക്ഷൻ ഫിക്സ്ഡ് ആയതുകൊണ്ട് വെർട്ടിക്കൽ ആൻഡ് മൊമെൻറ്റ്. ഓക്കെ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു 3, അതായത് ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ എടുക്കാം. പക്ഷേ ബീമിൻ്റെ കേസിൽ നമുക്ക് ഇവിടെ എക്സ്റ്റേണൽ ഒരു ഹൊറിസോണ്ടൽ ലോഡ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടുത്തെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, സോ ഇവിടെ നോക്കിയാൽ മതി, നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻ ഞാൻ 2 എടുത്തിട്ടുള്ളൂ, സിഗ്മ വിയും സിഗ്മ എമ്മും. സിഗ്മ എച്ച് ഞാൻ എടുത്തിട്ടില്ല, ഇവിടെ നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻ ദ കേസ് ഓഫ് ബീം ഇഫ് ദർ ഈസ് നോ എക്സ്റ്റേണൽ ഹൊറിസോണ്ടൽ ലോഡ്, എക്സ്റ്റേണലി ഒരു ഹൊറിസോണ്ടൽ ലോഡും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സിഗ്മ എച്ച്, ദാറ്റ് ഈസ് ദ ടോട്ടൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈസ് നോട്ട് കൺസിഡർഡ് ഫോർ ഇക്വിലിബ്രിയം ഇക്വേഷൻ. അതായത് നമുക്കത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ എക്സ്റ്റേണൽ സപ്പോർട്ട് റിയാക്ഷൻ 1, 2 and 3. അപ്പോൾ ക്യാപിറ്റൽ R 3 ആൻഡ് സ്മോൾ r, ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻ 2, ദാറ്റ് ഈസ് 3 - 2, ദാറ്റ് ഈസ് 1. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി 1 എന്ന് കിട്ടി. സോ ദാറ്റ് ഈസ് ദർ ഈസ് 1 റിഡൻഡൻറ്റ് ഫോഴ്സ്, അതായത് അവിടെ ഒരു എക്സ്ട്രാ 1 ഫോഴ്സ് ഉണ്ട്. ആൻഡ് വി ക്യാൻ നെയിം ദാറ്റ് ആസ് ദിസ് മൊമെൻറ്റ്. ഓക്കെ, നമുക്ക് ഇവിടുത്തെ മൊമെൻ്റ് ആണ് ആ ഒരു എക്സ്ട്രാ ഫോഴ്സ് എന്ന് പറഞ്ഞെടുക്കുക. അതിൻ്റെ കാര്യം ഞാൻ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ സിസ്റ്റം കോർഡിനേറ്റ് നമുക്കപ്പോൾ ഒരെണ്ണം 1 എന്ന് പറഞ്ഞ് ഇവിടെ മാർക്ക് ചെയ്യാം. പ്രോബ്ലത്തിലോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ സിസ്റ്റം കോർഡിനേറ്റ് എന്താണ്? ഇറ്റ് ഈസ് അസൈൻ ടു റിഡൻഡൻറ്റ്. നമ്മൾ റിഡൻഡൻറ്റിനെ അസൈൻ ചെയ്യുന്നതാണ് സിസ്റ്റം കോർഡിനേറ്റ്. നമുക്ക് ഈ ഒരു കേസിൽ നോക്കിക്കേ, ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനൻസി 1 കിട്ടി. സോ 1 റിയാക്ഷൻ ഹാസ് ടു ബി റിമൂവ് ടു മേക്ക്. ഇപ്പോൾ ഈ സ്ട്രക്ചർ അൺസ്റ്റേബിൾ ആണ്, ഈ സ്ട്രക്ചറിനെ സ്റ്റേബിൾ ആക്കണം. ഓക്കെ, അല്ലെങ്കിൽ ആ സ്റ്റേബിൾ ആക്കാനായിട്ട് എന്താണ്, ഈ ഒരു 1 റിഡൻഡൻറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു എക്സ്ട്രാ ഫോഴ്സിനെ മാറ്റിയാൽ മതി. ഓക്കെ, അപ്പോഴത്തേക്ക് അത് ഏതാണ്? നമുക്ക് ഈ ഒരു കേസിൽ നമുക്ക് എപ്പോഴും ഫിക്സഡ് എൻഡ് ഉണ്ടെങ്കിൽ ആ ഫിക്സഡ് എൻഡിനെ മാറ്റുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ മൊമെൻറ്റ്, അതും എല്ലാവരും മൊമെൻറ്റിനെ കൺവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, യൂഷ്വലി ഇഫ് മൊമെൻറ്റ് ഈസ് പ്രസൻറ്റ് ഇറ്റ് ഈസ് ടേക്കൺ ആസ് റിഡൻഡൻറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സ്. നമുക്കൊരു മൊമെൻറ്റ് ആ ഒരു ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ ആ ഒരു അത് ഒരു കേസ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എപ്പോഴും അത് മാറ്റണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഈ മൊമെൻറ്റിനെയാണ് റിഡൻഡൻറ്റ് ഫോഴ്സ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു റിഡൻഡൻറ്റ് ഫോഴ്സ്, ആ ഒരു എക്സ്ട്രാ ഫോഴ്സ് മാറിക്കഴിഞ്ഞാൽ സ്ട്രക്ചർ സ്റ്റേബിൾ ആവും. അപ്പം ആൻഡ് വി നെയിം ദാറ്റ് റിഡൻഡൻറ്റ് ഫോഴ്സ് ആസ് 1. ഇപ്പോൾ 2 റിഡൻഡൻറ്റ് ഫോഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഏതൊക്കെയാണ്, ഇപ്പോൾ ഒരു മൊമെൻറ്റും, ഇപ്പോൾ ഈ ഒരു കേസിൽ ഇവിടെ ഒരു മൊമെൻറ്റും ഇവിടെ 2 റിഡൻഡൻറ്റ് ഫോഴ്സ് ഉണ്ടായിരുന്നെന്ന് ഇരിക്കട്ടെ, കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു മൊമെൻറ്റിനെയും അല്ലെങ്കിൽ ഈ ഒരു റിയാക്ഷനെ നമുക്ക് വേണമെങ്കിൽ മാറ്റാം, അല്ലെങ്കിൽ ഇതിനെയും മാറ്റാം. അപ്പോൾ 1, 2 എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടില്ല, പ്രോബ്ലത്തിലോട്ട് വരുമ്പോൾ മനസ്സിലാവും. അപ്പോൾ സിസ്റ്റം കോർഡിനേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഡൻഡൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസിൽ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി, ഇവിടെ ഒരു ഹൊറിസോണ്ടൽ, ഇവിടെ ഒരു വെർട്ടിക്കൽ അല്ല, ഇൻക്ലൈൻഡ് ആണ്. ഇൻക്ലൈൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം 2 കമ്പോണൻ്റ് ഉണ്ട്, ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ട്, വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻ 3 വന്നു, കാരണം അവിടെ ഒരു ഹൊറിസോണ്ടൽ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് R - R കണ്ടുപിടിക്കും. ക്യാപിറ്റൽ R എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് സപ്പോർട്ട് റിയാക്ഷൻ. അപ്പോൾ 1, 2, 3 3 പിന്നെ ഇവിടുത്തെ 4. അപ്പോൾ 4 - 3 ദാറ്റ് ഈസ് 1. ഇവിടെയും റിഡൻഡൻറ്റ് ഫോഴ്സ് 1 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ റിഡൻഡൻറ്റ് ഫോഴ്സ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് എന്താണ്, സ്ട്രക്ചർ കോർഡിനേറ്റ് അല്ലെങ്കിൽ സിസ്റ്റം കോർഡിനേറ്റ് നമുക്ക് 1 എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യണം. പക്ഷേ ഇവിടെ ഈ ഒരു കേസിൽ ഞാൻ എന്ത് ചെയ്യും, അത് നമുക്ക് ഓരോ കേസാണ് കേട്ടോ, പ്രോബ്ലം ചെയ്തിട്ടപ്പോൾ മനസ്സിലാവും. നേരത്തെ കേസിൽ ആ ഒരു റിഡൻഡൻറ്റ് ഫോഴ്സ് ഞാൻ ഫിക്സ്ഡ് എൻഡിലുള്ള ഈ ഒരു മൊമെൻറ്റിനെയാണ് എടുത്തത്. അപ്പോൾ ഈ ഒരു ഫിക്സ്ഡ് എൻഡ് മാറിയിട്ട് അത് അവിടെ ഒരു നമുക്ക് അതിനെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആക്കാം. അതൊക്കെ ഞാൻ അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി ഈ രണ്ടാമത്തെ കേസിൽ നോക്കി, ഇവിടെ ഇതൊരു പ്രോപ്പർട്ടി കാൻഡിലിവർ ആണ്. ഈ ഒരു പ്രോപ്പർട്ടി കാൻഡിലിവർ, ഈ ഒരു കേസിൽ നമുക്ക് റിഡൻഡൻറ്റ് ഫോഴ്സ് 1 ആണ് വന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഫോഴ്സിനെ നമുക്ക് റിഡൻഡൻ്റ് ആയിട്ട് എടുക്കാം, ഇതിനെ എക്സ്ട്രാ ഫോഴ്സ് ആയിട്ട് എടുക്കാം. അപ്പോഴത്തേക്ക് എന്താണ്, ഇത് മൊത്തത്തിൽ ഒരു കാൻഡിലിവർ ആകും. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ഈ ഒരു മൊമെൻറ്റ് മാറ്റി ഫിക്സ്ഡ് എൻഡിനെ മാറ്റി നമുക്ക് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ഏതെങ്കിലും ഒന്ന്, ഇപ്പോൾ ഒരു ഒറ്റ എക്സ്ട്രാ ഫോഴ്സ് ഉള്ളൂ, അപ്പോൾ അത് ഏതെങ്കിലും ഒന്ന് കൺസിഡർ ചെയ്യുക. ഈ ഒരു കേസിൽ ഞാൻ ഇതാണ് റിഡൻഡൻറ്റ് ഫോഴ്സ് ആയിട്ട് എടുത്തത്, ഇതൊരു എക്സ്ട്രാ ഫോഴ്സ് ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിനെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ സ്റ്റേബിൾ സ്ട്രക്ചർ ആക്കാം.
പിന്നെ ഉള്ളത് ഇക്വിവലൻറ്റ് ജോയിൻ ലോഡാണ്. ഇക്വിവലൻറ്റ് ജോയിൻ ലോഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞുതരാം. ഇക്വിവലൻറ്റ് ജോയിൻ ലോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ ആക്ച്വലി നമുക്ക് ഇതേപോലെ ഒരു ബീം ഉണ്ടെങ്കിൽ ഇതിലിപ്പോൾ ഇഷ്ടംപോലെ എലമെൻ്റ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ BC 2 എലമെൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. പക്ഷേ ഈ AB ആക്ച്വലി ഇപ്പോൾ ടൈം തീരും, 10 സെക്കൻഡ് കൂടെ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ ഇട്ടുതരാം.